SFIയെ തോൽപ്പിക്കാൻ, മതനിരപേക്ഷ നിലപാട് ഉയർത്തിയ ഞങ്ങളെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച, ഞങ്ങൾക്ക് അവിടെ മുന്നണിയൊന്നുമില്ല, ഒറ്റയ്ക്ക് മത്സരിച്ച SFIയെ തോൽപ്പിക്കാൻ കാലിക്കറ്റിലെ മുഴുവൻ മതനിരപേക്ഷ വിദ്യാർത്ഥികളെയും വഞ്ചിക്കുന്ന നിലപാടാണ് MSF സ്വീകരിച്ചത്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് 14 ഓഗസ്റ്റിന് കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ വർഷത്തെ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചത്. ഈ വർഷത്തെ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും SFI മത്സരിക്കുകയുണ്ടായി. അന്തിമ ഫലം പുറത്തു വന്നപ്പോൾ 527 UGCമാരിൽ 522 UGCമാർ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പിൽ 5 UGCമാർ മാത്രമാണ് വോട്ട് ചെയ്യാത്തത്. അതിൽ പാലക്കാട്, തൃശ്ശൂർ, വയനാട് ജില്ലാ എക്സിക്യൂട്ടീവുകൾ വിജയിക്കുകയും മറ്റ് മേജർ സീറ്റുകളിൽ SFI പരാജയപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇവിടെ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ SFI പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ വലിയ ഒരു ചതിയും വർഗീയവാദികളുടെ ഒത്താശയോടും കൂടിയാണ് ഞങ്ങളെ പരാജയപ്പെടുത്തിയ UDSF സഖ്യം ആ വിജയം നേടാൻ വേണ്ടി ചെയ്ത പ്രവൃത്തി. ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയിൽ മുഴുവൻ സീറ്റുകളിലും UDSF മത്സരിച്ചു. അതോടൊപ്പം 4 സീറ്റുകൾ, 3 മേജർ സീറ്റുകളിലും 1 ജില്ലാ എക്സിക്യൂട്ടീവിലും ഫ്രട്ടേണിറ്റിയും മത്സരിച്ചു. മുഴുവൻ സീറ്റുകളിലും SFIയും മത്സരിച്ചു. UDSFും SFIയും ഫ്രട്ടേണിറ്റിയുമായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. ഇവിടെ ഫലം വന്നപ്പോൾ UDSFന് ഫ്രട്ടേണിറ്റിയുടെ മത്സരിച്ച സ്ഥാനാർത്ഥി ഉൾപ്പെടെ വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഫ്രട്ടേണിറ്റിക്കുണ്ടായിരുന്ന 12 വോട്ടുകൾ പൂർണ്ണമായും UDSFന് നൽകിയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇത്തവണ UDSF ജയിച്ചത്. ഫ്രട്ടേണിറ്റി MSFനോടും SFIയോടും KSUവിനോടൊക്കെ ക്യാമ്പസിൽ മത്സരിച്ച് വിജയിച്ച UGCമാരാണ് അതേ MSFന് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകിയത്. അതായത് ജമായത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഫ്രട്ടേണിറ്റിക്ക് 12ഓളം വരുന്ന ഫ്രട്ടേണിറ്റിയുടെ പൊളിറ്റിക്കൽ വോട്ടുകൾ പൂർണ്ണമായും മറിച്ച് നൽകിയാണ് ഈ അവിശുദ്ധ വിജയം UDSF കാലിക്കറ്റിൽ നേടിയെടുത്തത്. ഇതിന് ഉപാധിയായി വെച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കേരള സമൂഹം പൂർണ്ണമായും ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ 11-ാം തീയതി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു, ഫ്രട്ടേണിറ്റി നേതാവ് കൂടിയായിട്ടുള്ള KK അഷ്റഫിനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റാഫായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം വന്നിരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും ഇല്ല. അദ്ദേഹം ഇപ്പോൾ സ്റ്റാഫായി തുടരുകയാണ്, ഫ്രട്ടേണിറ്റി നേതാവാണ്. എന്തുമായി ബന്ധപ്പെട്ട ഡീലാണ് എന്നത് ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഉൾപ്പെടെ സംശയിച്ചിരുന്നു. ഈ പറഞ്ഞ KK അഷ്റഫിനെ സ്റ്റാഫായി നിയമിക്കുക എന്നത് മാത്രമല്ല, അടുത്ത യൂണിവേഴ്സിറ്റി സെനറ്റ് തിരഞ്ഞെടുപ്പിൽ MSFന് വോട്ട് നൽകിക്കൊണ്ട് ഒരു ഫ്രട്ടേണിറ്റി കാൻഡിഡേറ്റിനെ സെനറ്റ് മെമ്പറായി തെരഞ്ഞെടുക്കാനുള്ള പ്രിഫറൻസ് വോട്ട് നൽകാം എന്ന് എഴുതി നൽകുകയും ചെയ്തു MSF എഴുതി നൽകിയ, MSFന്റെ നേതാക്കൾ എഴുതി നൽകിയ ഉടമ്പടിയും KK അഷ്റഫ് എന്ന് പറയുന്ന ഫ്രട്ടേണിറ്റി നേതാവിനെ ലീഗ് മന്ത്രിയുടെ സ്റ്റാഫിലും എടുത്തു നൽകിയതിൻ്റെ പ്രത്യുപകാരമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനിലെ 12 വോട്ടുകൾ മറിച്ച് നൽകിയത്. ഇവിടെ ഞാൻ വോട്ട് നില വായിക്കാം. ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി UDSFന്റെ അഹദ് സമാന് കിട്ടിയ വോട്ട് 263 SFI സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 257 വോട്ടാണ്. ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫ്രട്ടേണിറ്റി നേതാവിന് കിട്ടിയത് 1 വോട്ടാണ്. എന്ന് വെച്ചാൽ ഫ്രട്ടേണിറ്റി നേതാവിനെ പിന്താങ്ങിയ 2 ആളുകളുടെ ഒരാൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ 2 പേർ പിന്താങ്ങണം, സെക്കൻഡറും പ്രപ്പോസറും. അവർ പോലും വോട്ട് ചെയ്തിട്ടില്ല. 12 വോട്ടുകളിൽ ഫ്രട്ടേണിറ്റിക്ക് യൂണിവേഴ്സിറ്റിയിലുള്ള 12 വോട്ടുകളിൽ 11 വോട്ടും മറിച്ച് നൽകി. ഇവിടെ SFI പരാജയപ്പെടുന്നത് 6 വോട്ട്.
ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. അടുത്തത് വൈസ് ചെയർപേഴ്സൺ ആണ്. അവിടെ ഫ്രട്ടേണിറ്റി സ്ഥാനാർത്ഥി ഇല്ല. അവിടെ ഫഹദ് എന്ന വൈസ് ചെയർപേഴ്സൺ ജയിക്കുന്നത് 261 വോട്ടാണ് നേടിയിട്ടുള്ളത്. 2 വോട്ടിനാണ് ജയിക്കുന്നത്. SFIയുടെ ഹെന്ന എസ് പ്രദീപ് നേടിയത് 259 വോട്ടാണ്. 2 വോട്ടിനാണ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പരാജയപ്പെടുന്നത്. 12 വോട്ടുള്ള ഫ്രട്ടേണിറ്റി വോട്ടുകൾ മറിച്ച് നൽകിയും 2 വോട്ടിനാണ് SFI അവിടെ പരാജയപ്പെട്ടത്. എന്നാൽ നേരെ മറിച്ച് വീണ്ടും ഫ്രട്ടേണിറ്റിയുടെ സ്ഥാനാർത്ഥി വൈസ് ചെയർപേഴ്സൺ ലേഡിയിലുണ്ട്. ബറീറ CT അൻസാർ ട്രെയിനിങ് കോളേജ് ഫോർ വുമൺ പെരുമ്പിലാവ്, ഈ കോളേജിൽ നിന്നാണ് ഫ്രട്ടേണിറ്റിയുടെ സ്ഥാനാർത്ഥി. ആ സീറ്റിൽ 3 സ്ഥാനാർത്ഥിയാണ് ആർദ്ര, ബറീറ, നീരജ. ആർദ്ര SFI സ്ഥാനാർത്ഥിയാണ്. 258 വോട്ടാണ്. ബറീറക്ക് വോട്ടേ ഇല്ല. ബറീറ സ്വന്തം വോട്ട് പോലും ഫ്രട്ടേണിറ്റിയുടെ സ്ഥാനാർത്ഥി അയാൾക്ക് നൽകിയില്ല. ആ വോട്ട് UDSFന് നൽകി. MSF സ്ഥാനാർത്ഥി ജയിച്ചത് 263 വോട്ടാണ് കിട്ടിയത്. അവിടെ ജയിക്കുന്നത് 5 വോട്ടുകൾക്ക്. 5 വോട്ടുകൾക്ക്. സ്വന്തം സ്ഥാനാർത്ഥി പോലും, ഫ്രട്ടേണിറ്റിയുടെ സ്ഥാനാർത്ഥി അയാൾക്ക് പോലും വോട്ട് ചെയ്യാത്ത തെരഞ്ഞെടുപ്പാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്നത്. കുതിര കച്ചവടമാണ് നടന്നത്. സമാനമായി ഫ്രട്ടേണിറ്റിയുടെ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നത് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കാണ്. അവിടെയും സമാനമായിരുന്നു. 269 വോട്ട് KSU നേടിയപ്പോൾ SFI നേടിയത് 252 വോട്ടാണ്. ഫ്രട്ടേണിറ്റി 1 വോട്ടാണ്. സെക്കൻഡറും പ്രൊഫസറും ഇല്ല. ഈ പറഞ്ഞ 4 സ്ഥാനാർത്ഥികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്താൽ 4 വോട്ട് കിട്ടേണ്ടതാണ്. സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് നൽകിയാൽ തന്നെ 4 വോട്ട് ഇവർക്ക് കിട്ടേണ്ടതാണ്. അതുപോലും ഒരു സീറ്റിലും ഇല്ല. മത്സരിച്ച 4 സീറ്റുകളിൽ 2 മാത്രമാണ് സ്ഥാനാർത്ഥി പോലും വോട്ട് ചെയ്തത്. മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവിലും സമാനമാണ്, 0 വോട്ട്. അപ്പോൾ ഈ നിലയിൽ SFIയെ തോൽപ്പിക്കാൻ, മതനിരപേക്ഷ നിലപാട് ഉയർത്തിയ ഞങ്ങളെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച, ഞങ്ങൾക്ക് അവിടെ മുന്നണിയൊന്നുമില്ല, ഒറ്റയ്ക്ക് മത്സരിച്ച SFIയെ തോൽപ്പിക്കാൻ കാലിക്കറ്റിലെ മുഴുവൻ മതനിരപേക്ഷ വിദ്യാർത്ഥികളെയും വഞ്ചിക്കുന്ന നിലപാടാണ് MSF സ്വീകരിച്ചത്.